ഫെബ്രുവരി 21 വേദപാരംഗതരുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിട്ടുള്ള പീറ്റർ ഡാമിയന്റെ തിരുനാളാണ് ഇന്ന് സഭ ആഘോഷിക്കുന്നത്. അദ്ദേഹം 1007 യൂറോപ്പിലെ റവന്ന എന്ന പ്രസിദ്ധമായ നഗരത്തിൽ പ്രശസ്തമായ തറവാടായിരുന്നു എന്നൊരിക്കലും അതിദരിദ്രമായിട്ടുള്ളൊരു കുടുംബത്തിലാണ് പീറ്റർ ജനിച്ചത്. ബാല്യത്തിൽ വേണ്ട ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷത്തിൽ പട്ടിണി കിടന്ന് മരിച്ചു പോകുമെന്നുള്ള രീതിയിൽ വരെ എത്തി ആ ശിശു. ഈ ദുരവസ്ഥയിൽ നിന്ന് അയൽവാസികളിൽ കാരുണ്യം തോന്നിയ ഒരു മനുഷ്യൻ ആണ് ഇടയ്ക്കൊക്കെ ഭക്ഷണം കൊടുത്ത് ആ ശിശുവിന് ജീവൻ നിലനിർത്തിയതെന്ന് ചരിത്രത്തിൽ നാം വായിക്കുന്നു. അത്രയും ദരിദ്രവും എന്നാൽ മനസ്സിലും അത്ര കണ്ട് വിശാലത്വമില്ലാത്ത സഹോദരന്മാരുമായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നത്. എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുകളും അവഗണനകളും ദാരിദ്ര്യത്തിന്റെ ആയിട്ടുള്ള ദുരിതങ്ങളും ഏറ്റുവാങ്ങാൻ ഇടവന്ന ഒരു ശിശുത്വമായിരുന്നു പീറ്ററിനെ ഉണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ബുദ്ധികൂർമ്മതയും പഠനത്തിലുള്ള മികവും കണ്ട് വളരെ മതിപ്പ് തോന്നിയ അയൽവാസിയായിട്ടുള്ള ഒരു സമ്പന്നൻ അദ്ദേഹത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും പഠനകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഉയർന്ന വിദ്യാഭ്യാസത്തിനു വേണ്ടി സർവകലാശാലയിലേക്ക് അയക്കപ്പെടുകയും അവിടെ വളരെ പ്രശസ്തമായ രീതിയിൽ കലാലയ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പീറ്ററിനെ ഉത്തരവാദിത്തപ്പെട്ടവർ അവിടെ തന്നെ അധ്യാപകനായിട്ട് നിയമിക്കുകയാണ് ചെയ്യുന്നത്. 3 വർഷക്കാലം അവിടെ അധ്യാപക വൃത്തി ചെയ്തതിനിടയിൽ പീറ്റർ ഡാമിയൻ അവരുടെ ഇടയിലുള്ള ലൗകായിക ചിന്തകളും ധൂർത്തും ഒക്കെ കണ്ട് ദുഃഖിതനായിട്ട് ആ ജോലി രാജിവെക്കുകയാണ്. നേരെ പോയത് ഒരു ആശ്രമത്തിലെ നവസന്യാസ ഭവനത്തിലെ അംഗമാകാൻ ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സന്യാസ സഭയുടെ കവാടത്തിലേക്കാണ് പോകുന്നത്. അവിടെ അദ്ദേഹത്തെ അർത്ഥിയായിട്ട് സ്വീകരിക്കുകയും വേണ്ട പഠന പരിശീലന പ്രക്രിയയിൽ കൂടെ കടന്നു പോകുമ്പോൾ എല്ലാവർക്കും മാതൃകാപരമായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിട്ട് അദ്ദേഹം അവിടെ എണ്ണപ്പെടുകയും ചെയ്തു. വൈദിക വിദ്യാർത്ഥിയായിരുന്ന അവസരത്തിൽ തന്നെ താപസനിഷ്ഠയിലും പ്രായശ്ചിത്ത പ്രവൃത്തികളിലും വളരെയേറെ ശ്രദ്ധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു പീറ്റർ ഡാമിയൻ. അദ്ദേഹം വൈദികനായി ആ അവസരത്തിലാണ് സന്യാസത്തിലെ ചമ്മട്ടിയടി ഒരു ക്രമമായി എന്ന രീതിയിൽ സന്യാസികളുടെ ഇടയിൽ പ്രചരിക്കാനിട വന്നത്. അങ്ങനെ പ്രായശ്ചിത്ത മുറകൾക്ക് ഇദ്ദേഹം എല്ലാവിധത്തിലും പിന്തുണയും പ്രോത്സാഹനവും നൽകിയിരുന്നു എന്നതോടുകൂടി തന്നെ ഇന്നും സന്യാസികളുടെ ഇടയിലുള്ള ഉച്ചഭക്ഷണം കഴിഞ്ഞുള്ള ലഘു ഉറക്കത്തിന് സിയസ്റ്റ എന്ന പേരിലാണ് അത് ഇന്നും അറിയപ്പെടുന്നത്. ആ ഒരു സമ്പ്രദായം സഭയിലെ സന്യാസത്തിലെ തുടക്കം കുറിച്ചത് പീറ്റർ ഡാമിയനായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് കാണുന്നത്. അദ്ദേഹം 1043 ഒരു ആശ്രമത്തിന്റെ പ്രിയോരായിട്ട് നിയമിതനാകുന്നു. തുടർന്ന് അങ്ങോട്ട് മരിക്കുന്നത് വരെ അദ്ദേഹം ആ സ്ഥാനം തുടർന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് കാണുന്നത്. അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കെ തന്നെ പല ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. എന്നല്ല, വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനും ദൈവശാസ്ത്ര ക്ലാസുകൾ നയിക്കുന്നതിനും ഒക്കെയായിട്ട് അദ്ദേഹം തന്റെ സമയം ചെലവഴിക്കുകയാണ്. ആ കാലത്തുണ്ടായിരുന്ന ലാറ്ററൻ സൂനഹദോസിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ആശയതലത്തിൽ കൊടുക്കാൻ പീറ്റർ ഡാമിയന് സാധിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. അതിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലും കൂടി ആകാം 50-ാം വയസ്സിൽ അദ്ദേഹത്തെ മെത്രാനായിട്ട് അവരോധിക്കുകയും അതേ തുടർന്ന് അദ്ദേഹത്തെ ഒരു കാർഡിനൽ സ്ഥാനത്തേക്ക് നിയമിക്കുകയാണ് ചെയ്യുന്നത്. കാർഡിനൽ സ്ഥാനം അദ്ദേഹത്തിന് നൽകപ്പെട്ടപ്പോൾ എല്ലാ തരത്തിലും എളിമയോടുകൂടി അത് ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു. എന്നാൽ അന്നത്തെ മാർപ്പാപ്പയുടെ സ്നേഹനിർഭരമായ നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ പദവിയും സ്വീകരിക്കാനിടവരുന്നു. അങ്ങനെ വളരെ മാതൃകാപരമായി അച്ചടക്കത്തോടും നിഷ്ഠയോടും കൂടെ ജീവിച്ച ഒരു ബുദ്ധിജീവിയായിരുന്നു പീറ്റർ ഡാമിയൻ എന്നാണ് നാം മനസ്സിലാക്കുന്നത്. 65-ാമത്തെ വയസ്സിൽ 1072
ആണ്ടിലാണ് അദ്ദേഹം മരണമടയുന്നത്. 1828 അദ്ദേഹത്തെ വേദപാരംഗതൻ എന്ന നിലയിലേക്ക് തിരുസഭ ഉയർത്തുകയുണ്ടായി. മനുഷ്യർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ബുദ്ധി അഹങ്കരിക്കാനുള്ളതല്ല എന്നും അത് നന്മ ചെയ്യുന്നതിനു വേണ്ടിയും സംയമനത്തോടുകൂടെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിനു വേണ്ടി കൂടി ആയിരിക്കണമെന്ന് പീറ്റർ ഡാമിയൻ തന്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് വേണം കരുതാൻ.